നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു താരസംഘടന അമ്മയുടെ 31ാമത് ജനറൽ ബോഡി കൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകളിലൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ വാർത്ത ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. സംഘടനകളെല്ലാം ഒന്നാണ്. താരസംഘടനയായാലും ഫെഫ്ക ആയാലും നിർമ്മാതാക്കളുടെ സംഘടനയായാലും ഡിസ്ട്രിബ്യൂഷൻ സംഘടനയായാലും തിയേറ്റർ അസോസിയേഷൻ സംഘടന, എല്ലാവരും സംഘടനാ വിഷയങ്ങളിൽ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. അങ്ങനെ നിൽക്കേണ്ട സംഘടന കഴിഞ്ഞ ദിവസം താരസംഘടന അമ്മയിലുണ്ടായ അകത്തുണ്ടായ കുറേ ചർച്ചകളും കാര്യങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നുമല്ല നടന്നതെന്നും അങ്ങനെയാണ് നടന്നതെന്നുള്ള വാദങ്ങളും സോഷ്യൽ മീഡിയ നടക്കുന്നതിനിടയിലാണ് ഫെഫ്ക എന്ന തൊഴിലാളി സംഘടനയായ ഫെഫ്കയിലെ ഏറ്റവും അധികാരപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി ജോസ് തോമസ് മറ്റൊരു ഓൺലൈൻ ചാനലിൽ പോയി ചർച്ച നടത്തിയിരിക്കുന്നു. താരസംഘടന അമ്മയിലുണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുള്ള ചർച്ച നടത്തിയിരിക്കുന്നു. അത് ഏതോ ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്ത കാര്യങ്ങളെടുത്ത് ഇദ്ദേഹം ഔദ്യോഗികമായി ചർച്ചയ്ക്ക് പങ്കെടുത്തിരിക്കുന്നു. ജോസ് തോമസ്, ഞാൻ പറയുന്നു, ഫെഫ്ക എന്നൊരു സംഘടനയുടെ ഏറ്റവും അധികാരമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ 7 പേരാണുള്ളത്. അതുകൂടാതെ ജനറൽ സെക്രട്ടറിയും വർക്കിംഗ് സെക്രട്ടറിയാണ്. അങ്ങനെ 9 പേരാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ളത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള വ്യക്തിയാണ് ജോസ് തോമസ്. ജോസ് തോമസിന് ഓരോ അംഗങ്ങൾക്കും 3 ചുമതലയാണ്. ഇതിൻ്റെ കീഴിലുള്ള 3 സംഘടനകളുടെ ചുമതലയാണ്. ഇദ്ദേഹത്തിനുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസൈൻ ചെയ്യുന്നവരുടെ സംഘടനയുണ്ട്, അതോടൊപ്പം തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ. ഈ 3 സംഘടനയിലെയും ചുമതലയുള്ളവരാണ് ജോസ് തോമസ്. ഈ ജോസ് തോമസ് ആണ് മറ്റൊരു ഓൺലൈൻ ചാനലിൽ പോയി, എനിക്കൊന്ന് ആ ഓൺലൈൻ ചാനലിൽ ഇദ്ദേഹം പോയി ചർച്ചയ്ക്ക് ഇരുന്നു കൊണ്ട് താരസംഘടനയിൽ ഇന്ന ആളുകൾ വരണം, ഇന്ന ആളുകളാണ് ഇനി വരേണ്ടത്, അവിടെ നടന്നത് ഇന്ന കാര്യങ്ങളാണ്, പുള്ളി അവിടെ വന്നിരുന്ന് കണ്ടതുപോലെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് താരസംഘടന അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അമ്മ ഇത് ഫെഫ്കയുമായിട്ട് സംസാരിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ ഫെഫ്ക ഉടൻ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓൺലൈനായിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ഭയങ്കര വിമർശനം, ജോസ് തോമസ് ചെയ്ത കാര്യങ്ങൾക്ക് വളരെ വിമർശനമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഓൺലൈൻ മീറ്റിങ്ങിൽ കൂടിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിനെ പുറത്താക്കാനുള്ള നടപടിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അദ്ദേഹം ഇപ്പോൾ സ്വമേധയാ രാജിവെച്ചിരിക്കുന്നു. സ്വമേധയാ രാജ്യസന്നദ്ധ അറിയിച്ചു. ഒരു സംഘടന തലപ്പത്തിരുന്നും മറ്റ് സംഘടനയെ കുറ്റം പറയുന്ന രീതി ഒരു കാരണവശാലും അത് ശരിയാകില്ലാത്ത നടപടിയാണെന്ന് എല്ലാ സംഘടനകളും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പും പല വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വിഷയങ്ങളൊക്കെ വന്നപ്പോഴും ആ ഒരു വിഷയങ്ങൾ അവിടെ ഫെഫ്കയിൽ വിളിച്ച് ചർച്ച നടത്തിയതെന്ന് പറഞ്ഞ് ചേംബർ പ്രശ്നങ്ങളുണ്ടാക്കി. ആ ചേംബറുമായിട്ട് ഫെഫ്കയുമായിട്ട് അത് ചർച്ചകൾ നടന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല, സംഭവം സത്യസന്ധമായിട്ട് പോയപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി. ഒരു പേഴ്സണൽ ടോക്കിൽ വിളിച്ച് വരുത്തിയാന്ന് മനസ്സിലായി. പക്ഷേ ഇതിങ്ങനെയല്ല. ഇത് കൃത്യമായി തന്നെ ഒരു ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയിരുന്ന് ഇദ്ദേഹം ആ അമ്മ സംഘടനയുടെ ജനറൽ ബോഡിക്കുള്ളിൽ നടന്ന സംഭവങ്ങൾ ഇദ്ദേഹം നേരിട്ട് കണ്ടതിന് തുല്യമായി ഇദ്ദേഹം ചർച്ച നടത്തുകയാണ്. അത് താരസംഘടന അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനെതിരെ കർശന നടപടിയുമായി ഫെഫ്ക മുന്നോട്ട് വരുമെന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ. ഫെഫ്ക ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇരിക്കുന്ന സമയം സ്റ്റിയറിംഗ് കമ്മിറ്റി വലിയ വിമർശനം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം രാജ്യസന്നദ്ധ അറിയിച്ചിരിക്കുന്നു. അത് ഫെഫ്ക ചെയ്യുന്നൊരു മാതൃകയാണ്. ഫെഫ്ക പോലത്തെ ഒരു സംഘടന ഇത്തരം നടപടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാതൃകയാണ്. എല്ലാ സംഘടനയും ഇത് തുടരണം. അതാണ് സംഘടനയ്ക്ക് ആർജവം. ഈ പുറത്ത് വന്ന് പല കമൻറ്റുകളും പറഞ്ഞ് സംഘടനകൾ തമ്മിത്തല്ലാന്ന് പറയുമ്പോൾ ഇങ്ങനെ നടപടികൾ ചെയ്യുമ്പോഴാണ് സംഘടനകളെല്ലാം ഒന്നാണ്. വിഷയങ്ങൾ വരുമ്പോൾ ഒരു സംഘടനയ്ക്ക് വിഷയങ്ങൾ എല്ലാം ഒന്നാണ് തെളിയിക്കുന്ന നടപടിയാണ് ഫെഫ്ക സ്വീകരിച്ചിരിക്കുന്നത്. ആ ഫെഫ്കയുടെ ചർച്ചയിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ജോസ് തോമസിന് മനസ്സിലായി, ഒരു കാരണവശാലും എനിക്ക് തുടരാൻ കഴിയില്ല, അദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് സ്വയം മനസ്സിലായി കാണും. അതുകൊണ്ടാണ് രാജ്യസന്നദ്ധ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അമ്മയിൽ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്തൊരു വാർത്ത ഞാൻ ചെയ്യുന്നതാണ്. അവിടെ ഉണ്ടായ ഇത് നെഗറ്റീവ് മാത്രം പറഞ്ഞു, പോസിറ്റീവ് വശങ്ങൾ കുറേ സംഭവങ്ങളുണ്ട്. അവിടെ കുറേ സംഭവങ്ങളുണ്ട്. അതും വാർത്ത ചെയ്യുന്നതാണ്. എന്തായാലും ഇതാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകർ മുമ്പിലേക്കും സിനിമാ പ്രേക്ഷകർ മുമ്പിലേക്കും എത്തിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.
you.